ഹലോ അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നമുക്ക് ഇന്നൊരു വട്ടയപ്പം ഉണ്ടാക്കിയല്ലോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തതും കഴിക്കാത്തതുമായ ഒരു സാധനമാണ് ഈ വട്ടയപ്പം. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതിനാകെ 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. വെള്ളം, ഉപ്പ്, പിന്നെ മുട്ടയും കുറച്ച് തേങ്ങാപ്പാലും. ഇത് മതി. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആണി വെള്ളം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 എഗ്ഗ് എടുത്തിട്ട് ഇതേപോലെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എഗ്ഗിൻ്റെ എണ്ണം കൂടിയും കൂട്ടാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വിസ്കൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മളൊരു 10 മിനിറ്റോളം നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു 3-4 ഏലക്കായി ഇതേപോലെ പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചതും ആക്കാം, പിന്നെ അതിൻ്റെ വിത്തില്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഈ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മളെ വെല്ലയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെല്ലത്തിൻ്റെ അകത്ത് കുറച്ച് തരികളൊക്കെ ഉണ്ടാകുന്നതിനാൽ നമുക്കിത് അരിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുകൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽ സ്റ്റേജാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത്. മാക്സിമം വെള്ളം കുറച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ തിക്നെസ്സോട് കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ശേഷം നമ്മൾ ഫൈനലായിട്ട് ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാനുണ്ട്. ആ പാത്രത്തിലേക്കാണ് നമ്മൾ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്ത പാത്രം ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. ഇനി നിങ്ങളെ കയ്യിൽ ഒരു കുറച്ചുകൂടി കുണ്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അതാവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് എടുത്തത് കൊണ്ട് തന്നെ നമ്മളെ വട്ടയപ്പത്തിന് കട്ടി കുറഞ്ഞിട്ട് ഒന്ന് സ്പ്രെഡായിപ്പോയി. ഇനി നമുക്ക് ഈ വട്ടയപ്പത്തിന് അഥവാ നമുക്ക് കട്ടി കൂടുതലായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ വെള്ളവും എഗ്ഗും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ തട്ട് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മൾ വട്ടയപ്പം ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി ഇതേപോലെ ക്യൂബ്സായി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഡെക്കറേഷനും പിന്നെ കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എള്ളു കൂടി വിതറി കൊടുക്കാം. അപ്പം നമ്മളെ വട്ടയപ്പം ഇവിടെ റെഡി. ഞാൻ വട്ടയപ്പം എന്ന് കേൾക്കാന്നല്ലാണ്ട് അത് ഇതുവരെ കഴിച്ചില്ലായിരുന്നു. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.